ഹായ് മച്ചാന്മാരെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യണം തന്നെ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഓട്ടോമാറ്റിക് ബ്രിഡ്ജാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു കുഴി വയ്ക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മൾ മൈൻക്രാഫ്റ്റ് ഇടയ്ക്ക് സ്റ്റെക്ക് ആവാറുണ്ട്, അതും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുഴി എടുക്കണം. കുഴി ഇപ്പോൾ 2 സ്റ്റെപ്പാണ് എടുത്തത് നമ്മളെ കാണിക്കാൻ വേണ്ടി. ഈ പശു കുഴി ഒന്ന് കുറേ നേരമല്ലോ ഓർമ്മ. ഓക്കെ, ഇനി നമ്മളപ്പോൾ എടുക്കേണ്ടത് ലാവയാണ് കേട്ടോ. ഗൈസ്, ലാവ ആദ്യം വാട്ടർ ബക്കറ്റ് എടുത്ത്, വാട്ടർ വേണ്ട, ലാവ മതി, വാട്ടർ വേണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ഫുള്ള് ലാവ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാവ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ലാവാനാണോന്നില്ല, വെള്ളമായാലും എന്തായാലും ഒഴിക്കാം നമുക്ക്. ഇനി അടുത്തത് വേണ്ടത് ഡയമണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, പക്ഷെ ലാവ ചെയ്തുകൊണ്ട് കത്ത് പിടിക്കും, അതുകൊണ്ട് വുഡ് എടുക്കരുത്. നമ്മൾ സ്കൈ പിസ്റ്റൺ എടുക്കുന്നത്. സ്കൈ പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രിംബർ ഹുക്ക് എന്ന് പറയുന്ന സാധനമാണ് എടുക്കണേ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. ഒരു ഗ്ലാസും കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൈൻക്രാഫ്റ്റ് തന്നെ ഫ്രീ ആയിട്ട് കയറ്റണേ എന്ന് പറയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് കയറ്റണത്. അങ്ങനെയാണ് ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ മൈൻക്രാഫ്റ്റ് തന്നെയാണ് ഫ്രീ ആയിട്ട് കയറ്റുന്നത് ഞാൻ പറയേണ്ടതായിരിക്കും. ഞാൻ കുറച്ച് മോഡൊക്കെ കയറ്റിയിട്ടുണ്ടാവുന്നതാണ് ഈ ഗ്രാസൊക്കെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പിസ്റ്റനും ഡയമണ്ടും നമ്മൾ ഇതേമാതിരി തന്നെ ഒക്കെ ഉണ്ടാവും. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് ആണ് വയസ്സൊക്കെ. നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അതിന്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടാൻ വേണ്ടി ഈ സൈഡ് ഒന്നുകൂടി ഒന്ന് പൊളിച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ, ആ കൈ പിസ്റ്റനൊക്കെ സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളത് വച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ സ്കൈ പിസ്റ്റൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതുകൊണ്ടാണ് ഗൈസ് പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 2 ബ്ലോക്കാണ് കട്ട് ചെയ്യണത്. എനിക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ലാവ എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് ഗൈസ്, അത് റെക്കോർഡ് ചെയ്യണതുകൊണ്ടാണ് അപ്പോൾ സൗണ്ട് വന്നത്. അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് തെറ്റിപ്പോയി, അത് നമ്മളൊന്ന് ശരിയാക്കണം. ഓക്കെ, അപ്പോൾ അത് ശരിയാക്കി എടുത്തു. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഇടലാണ്. ഒരു ചടങ്ങാണ് ഗ്ലാസ് ഇടൽ. അപ്പോൾ നമ്മളിത് ഗ്ലാസ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് അതിന് ശേഷം നമ്മൾ മേളിൽ ഒരു ഡയമണ്ട് ബ്ലോക്ക് കൂടി വെക്കിട്ടുണ്ട്. അപ്പോൾ വയസ്സ് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ഡയമണ്ടൊക്കെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈൻക്രാഫ്റ്റിലൊക്കെ സ്റ്റെക്കാവുന്നുണ്ട്. അത് ചിലപ്പോൾ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് വെച്ചെടുത്തായോ തന്നെ വന്നോളം കണ്ടാവും. ഇടയ്ക്ക് സ്റ്റെക്കാവാറിന് എന്താ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ മോഡ് കയറ്റിയിട്ടാണോ എന്താണോന്ന് എനിക്കറിയില്ല. അത് കയറ്റിപ്പോലെ ഇങ്ങനെ സ്റ്റെക്കാവലുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ടെമ്പററി ഹുക്ക് എന്ന് പറഞ്ഞ സാധനം എടുക്കാം. അതെടുത്ത് നമുക്ക് കറക്റ്റ് അവിടെ കുത്തി കൊടുക്കട്ടെ ഗൈസ്.
ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, ഒന്നും മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ പറ്റണം. ഇനി നമുക്ക് സ്ട്രിങ് ആട്ടോ ഗൈസ് എടുക്കണ്ടേ. കണ്ടത് സ്ട്രിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ട്രിങ് ഓരോ ട്രൈബൽ ഹുക്കിലായിട്ട് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ്. ഓക്കെ കണ്ട, അപ്പോൾ ഇങ്ങനെ താഴ്ന്നു വരും. അതേമാതിരി ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതേമാതിരി വാട്ടേ സൈഡും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. നമ്മളിതാ അത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രിങ് ഇടൽ കുറച്ച് അടങ്ങാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പോൾ സ്ട്രിങ് ഇടയ്ക്ക് കയറണോണ്ടാണ് അങ്ങനെ തോന്നണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്ട്രിങ്. രണ്ട് നേരമുള്ള നമ്മൾ സ്ട്രിങ് ഇട്ടിട്ടുണ്ട്. സ്ട്രിങ് ഇട്ടാൽ നമുക്കൊന്ന് കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പാണ് ഇട്ട് കൊടുക്കണം ഗൈസ്. ഓക്കെ, സ്ട്രിങ് ആയിപ്പോയി, സോറി. നമ്മളൊന്ന് സ്റ്റെപ്പ് ഇടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ഗ്രാസ്സാണ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു നീറ്റ്നെസ് നമുക്ക് എപ്പോഴും കാണാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രാസൊക്കെ അവിടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഗ്രാസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയമണ്ട് ബ്ലോക്ക് സ്റ്റെപ്പായിട്ട് മറ്റോടത്ത് ചില വെക്കണതായിരിക്കും. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളിനി ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെയാണ്. ഇത് എന്തായാലും വർക്കാവും. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ട ഗൈസ്, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് വർക്കാവണുണ്ട് ഗൈസ്. നമ്മൾ നടക്കും ഓരോ ബ്രിഡ്ജ് വരെ നമുക്ക് സ്പീഡിലൊക്കെ നടക്കാട്ടെ ഗൈസ്. നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. അടുത്ത വീഡിയോയിൽ നമ്മൾ മൈൻക്രാഫ്റ്റിനൊക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും താങ്ക് യു.